മെയിൻ കോർ പാർട്ടുകളായിട്ട് വരുന്നതാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന 4 ടേംസുകൾ അല്ലെങ്കിൽ 4 പാർട്ടുകളാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത്. So today's session we are going to discuss some basic terms and terminologies related to data communications and some of the terms like computer networks. Okay, thank you. Next session we can meet. Thank you very much. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ഏരിയാസ് ആണ് what is data communication and what are the components of data communication, different modes of communications, then different transmission medias. Data communication, different components of data communication, different modes of communication and transmission media അല്ലെങ്കിൽ communication media. ഈ 4 ഏരിയാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ബേസിക് ആയിട്ട് വരുന്ന ഒന്നാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ? ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ സിംപ്ലി മീൻസ് ഇറ്റ്സ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ, ഷെയറിംഗ് ഓഫ് ഐഡിയാസ്. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. In terms of data communication, which means it's an exchange of digital data or information between two devices. It's an exchange of digital data or information between two devices through a transmission medium. With the help of a transmission medium, if you are sending a data from one device to another device, that simply we can call it data communication. Adine namukku endu parayam data communication ennu parayam. So here you can see the definition of data communication. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. It's defined as exchange of data between two devices through or with the help of some of the transmission medium. That transmission may be either we can use wired media or wireless media. Traditionally നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് wired ആയിട്ടുള്ള communication mediums ആയിരുന്നു. Like twisted pair, coaxial cable and fiber optics. These things we will discuss later. ഇങ്ങനെയുള്ള ട്രഡീഷണലി നമ്മൾ ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വയർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൽ വരുന്നതാണ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മീഡിയത്തിൽ വരുന്നതാണ് ട്വിസ്റ്റഡ് പെയർ, കോആക്സിയൽ കേബിൾ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. At the same time, nowadays we are popularly using some of the modern technologies like wireless strategies like radio wave, microwave and infrared waves. These are the commonly used wireless transmission mediums: radio wave, microwaves and infrared waves. So that's a data communication, exchange of data between two devices via some form of transmission media such as cable, wire, or it can be air or vacuum also, anything. We should need a medium to carry the data from one device to another device. ഒരു ഡിവൈസിൽ നിന്നും ഡാറ്റ മറ്റൊരു ഡിവൈസിലേക്ക് ക്യാരി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മീഡിയംസ് വേണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബ്ലൂടൂത്ത് വഴി നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു MP3 സോങ് നമ്മുടെ സുഹൃത്തിന്റെ മൊബൈലിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അയക്കുന്ന ആ ഒരു ഡാറ്റ സുഹൃത്തിന്റെ ബി എന്ന് പറയുന്ന ഫോണിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അതിനെ ക്യാരി ചെയ്യുന്നത് നോർമലി എന്താണ്? റേഡിയോ വേവ്സുകളാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ നെറ്റ്വർക്സിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ മീഡിയം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മീഡിയംസ് ഉപയോഗിക്കും ഒരു ഡാറ്റ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ക്യാരി ചെയ്യാൻ. ഫോർ occurrence of data communication, communicating devices must be a part of communication system made up of a combination of hardware, software devices and programs, as we know. ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് നമുക്ക് നടക്കണമെങ്കിൽ of course there should need some sort of softwares and hardware. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ കൂടെ നമുക്ക് എന്ത് വേണം? ഹാർഡ്വെയറുകൾ വേണം അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ വേണം. നമ്മൾ വാട്സാപ്പിൽ ചെയ്യുന്നത് എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇമെയിലുകളെല്ലാം എന്താണ്? ഡാറ്റ കമ്മ്യൂണിക്കേഷനുകളാണ്. ഇൻ ടു എൻ പാർട്ട് യു ക്യാൻ സീ വി ആർ യൂസിംഗ് നമ്പർ ഓഫ് സോഫ്റ്റ്വെയർസ്, നമ്പർ ഓഫ് പ്രൊസീജിയേഴ്സ്, നമ്പർ ഓഫ് പ്രോട്ടോകോൾസ്. എല്ലായിടത്തും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഹാർഡ്വെയറിന്റെ സപ്പോർട്ടോട് കൂടിയാണ്. അതേപോലെ വി ആർ യൂസിംഗ് പ്രോട്ടോകോൾസ്. ഫോർ എക്സാമ്പിൾ, മൊബൈൽ എന്ന് പറയുന്നത് 2 ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. വാട്സ്ആപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ പ്രോട്ടോകോളുകൾ നമുക്കുണ്ട്. സാധാരണ വാട്സാപ്പിൽ അല്ലെങ്കിൽ
നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് റൂൾസുകളെ നമ്മൾ എന്ത് പറയുന്നത്? പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് അല്ലെ? പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ്. സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈസി ആയിട്ട് നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡാറ്റ പ്രോപ്പർ ആയിട്ട് ഡെസ്റ്റിനേഷൻ സൈഡിൽ റീച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? സർട്ടൻ റൂൾസ്, സർട്ടൻ പ്രൊസീജിയേഴ്സ്, സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കും? റൂൾസുകൾ ഉണ്ടായിരിക്കും. എന്തിനാണ് റൂൾസ്? പ്രോപ്പർ ആയിട്ടുള്ള റൂൾസുകൾ അവിടെ ഇല്ലെങ്കിൽ അവിടെ കൊളീഷനുകൾ സംഭവിക്കും വെഹിക്കിൾസുകൾ തമ്മിൽ. അതേപോലെ ഇവിടെയും എന്താണ്? സിഗ്നലുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷനുകൾ സിഗ്നലുകളായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലെങ്കിൽ അവിടെ എന്താവില്ല? കൊളീഷനുകൾ സംഭവിക്കാം. അതേപോലെ പ്രോപ്പർ ആയിട്ട് ഡാറ്റ എന്ത് ചെയ്യില്ല? ഡെസ്റ്റിനേഷൻ ഡിവൈസുകളിൽ എത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതേപോലെ വി ഷുഡ് നീഡ് സോഫ്റ്റ്വെയർസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാർഡ്വെയർസ്. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസിന്റെ കൂടെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിന്റെ കൂടെ നമ്മൾ ഇങ്ങനെയുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഹിയർ യു ക്യാൻ സീ ദ ബേസിക് പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡാറ്റ കമ്മ്യൂണിക്കേഷന്റെ. അവിടെ നമുക്ക് ഇൻപുട്ട് ഡാറ്റ, ദെൻ ട്രാൻസ്മിറ്റർ. ട്രാൻസ്മിറ്റർ മീൻസ് സെൻഡർ. ദെൻ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. ദ ട്രാൻസ്മിറ്റർ വിൽ സെൻഡ് ദ സിഗ്നൽ, ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ദാറ്റ് ഗോ ത്രൂ ദ ട്രാൻസ്മിഷൻ മീഡിയ. അത് ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്? ട്രാൻസ്മിഷൻ മീഡിയ. അത് വയേർഡ് ആവാം, വയർലെസ് ആവാം. then receive the signal at the end side or the receiver end. receiver എന്ന് പറയുന്ന ഡിവൈസിൽ, ഇലക്ട്രോണിക് ഡിവൈസ് അത് റിസീവ് ചെയ്യുന്നു. then we will get the output. ഇതാണ് അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ വരുന്നത്, അല്ലെങ്കിൽ ബേസിക് ഒരു പ്രോട്ടോടൈപ്പ് വരുന്നത്. ഇതാണ് അതിന്റെ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷന്റെ കോമ്പണന്റുകളായിട്ട് നമുക്ക് വരുന്നത്. ഇൻപുട്ട് ഡാറ്റ നമുക്കുണ്ടായിരിക്കും. ട്രാൻസ്മിറ്റർ, ട്രാൻസ്മിറ്റഡ് സിഗ്നൽ പാസ് ത്രൂ ദ ട്രാൻസ്മിഷൻ മീഡിയ ടു ദ റിസീവർ. ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് വി ഷുഡ് കൺസിഡർ ഇറ്റ്സ് കോമ്പണന്റ്സ്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ കോമൺ ആയിട്ടുണ്ടാകുന്ന കോമ്പണന്റ്സുകളാണ് മെസ്സേജ്, സെൻഡർ, റിസീവർ, ട്രാൻസ്മിഷൻ മീഡിയം ആൻഡ് പ്രോട്ടോകോൾ. ദീസ് ആർ ദ components included in the data communication. like message, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ റെഗുലർലി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണോ നമ്മൾ സെൻഡ് ചെയ്യുന്നത്, സെൻഡർ. അതേപോലെ എവിടുന്നാണോ റിസീവർ, എങ്ങോട്ടാണോ സെൻഡ് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്മിഷൻ മീഡിയം. ട്രാൻസ്മിഷൻ മീഡിയം നമ്മൾ നേരത്തെ പറഞ്ഞു. അതെന്താവാം? ഈ മെസ്സേജ് സെൻഡറിൽ നിന്നും ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ക്യാരി ചെയ്ത് റിസീവറിലേക്ക് കൊണ്ടുപോകാനുള്ള മീഡിയമാണ് ട്രാൻസ്മിഷൻ മീഡിയം. അത് വയേർഡ് ആവാം, വയർലെസ് ആവാം. ദെൻ സെറ്റ് ഓഫ് റൂൾസ്, ദാറ്റ് ഈസ് പ്രോട്ടോകോൾസ്. ദീസ് ആർ ദ components included in data communication system. data communication systemത്തിൽ ഉണ്ടായിരിക്കേണ്ട കോമ്പണന്റ്സുകളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റുകളാണ്. മെസ്സേജ്, ഇറ്റ് ഇസ് ഇൻഫർമേഷൻ ഓർ ഡാറ്റ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. ഇറ്റ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ടെക്സ്റ്റ്, text, numbers, picture, sound, video or any combination of these. Message എന്ന് പറയുന്നത് നമുക്ക് എന്തും ആവാം. Any numbers, pictures, sound, animation, videos in different formats. Then sender, it is the device or computer that generate and send that message. From where we are sending that simply generate, from where we generating the input, that simply sender. Receiver, it is the device or computer that receives the message. The distance between sender and receiver depends upon the types of network used in between. ഈ സെൻഡർ റിസീവറും തമ്മിലുള്ള ആ ഒരു സ്പീഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, ഏത് തരത്തിലുള്ള നെറ്റ്വർക്കാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. Okay, it may be local area network ആവാം, metropolitan area network ആവാം, wide area network ആവാം, personal area network ആവാം. That may depends the types of network. Then we have medium. It is a channel or physical path through which the message is carried from sender to the receiver. The medium can be wired like twisted pair, coaxial cable, fiber optics cable, or wireless like laser, റേഡിയോ വേവ്, മൈക്രോവേവ്. ഇങ്ങനെയുള്ള ഏത് കമ്മ്യൂണിക്കേഷൻ മീഡിയംസും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. Then protocols, it's a set of rules that governs the communication between the device, between the sender and receiver, which helps to control the communication between the sender and receivers, both and devices. Both sender and receiver follow same protocol to communicate with each other. ഇപ്പോൾ സെൻഡറും റിസീവറും ഒരേ പ്രോട്ടോകോൾ ആയിരിക്കും നോർമലി കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ ഉപയോഗിക്കുന്നത്. Next we are going to discuss the effectiveness depends on 4 fundamental characteristics of data communication. അതിൽ വരുന്നതാണ് ഒന്ന് ഡെലിവറി, ആക്യുറസി, ടൈംലിനെസ് ആൻഡ് ജിറ്റർ.
Delivery means the data must be delivered in a correct order with correct destination. If you are sending a data from one device to another device, the data must be delivered in the correct destination, correct device or node. നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള എൻഡ് പോയിന്റിൽ തന്നെ ആയിരിക്കണം ഡാറ്റ അല്ലെങ്കിൽ മെസ്സേജ് എന്ത് ചെയ്യാൻ, ഡെലിവർ ചെയ്യാൻ. Accuracy. Data must be delivered in accurately without any error, without any problem. Timeliness. Data must be delivered in timely manner. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഒരു ഡാറ്റ സെൻഡ് ചെയ്തു, ആ പ്രോപ്പർ ടൈമിൽ തന്നെ അവിടെ ഡാറ്റ എന്ത് ചെയ്യണം, റിസീവ് ചെയ്യണം. ഇഫ് ദർ ഇൻ ബിറ്റ്വീൻ സെൻഡർ ഓൺ റിസീവർ ഇഫ് ദർ എക്സിസ്റ്റ് എനി ഡിലേ ദ ഡാറ്റ വിൽ ഇൻവാലിബിൾ അല്ലെങ്കിൽ ഇൻവാലിബിൾ ചെയ്യുമ്പോൾ അവിടെ മെയിൻ കോർ പാർട്ടുകളായിട്ട് വരുന്നതാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. നമ്മൾ ഇങ്ങനെയുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഹിയർ യു ക്യാൻ സീ ദ ബേസിക് പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡാറ്റ കമ്മ്യൂണിക്കേഷന്റെ. അവിടെ നമുക്ക് ഇൻപുട്ട് ഡാറ്റ, ദെൻ ട്രാൻസ്മിറ്റർ മീൻസ് സെൻഡർ, ദെൻ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. ദ ട്രാൻസ്മിറ്റർ വിൽ സെൻഡ് ദ സിഗ്നൽ. തന്നെയാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റുകളാണ് മെസ്സേജ്. ഇറ്റ് ഇസ് ഇൻഫോർമേഷൻ റൂൾസ് ദാറ്റ് ഗവേൺസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഡിവൈസ്, ബിറ്റ്വീൻ ദ സെൻഡർ ഓൺ റിസീവർ. ഇഫ് ദർ എക്സിസ്റ്റ് എനി ഡിലേ ദ ഡാറ്റ വിൽ ഇൻവാലിബിൾ അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കും. ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കില്ല ചില സമയങ്ങളിൽ. ആ പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് തന്നെ ഡാറ്റ നമുക്ക് എന്ത് കിട്ടണം, നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടണം. ദെൻ ജിറ്റർ. It is uneven delay in the packet arrival time and cause uneven quality. അതായത് ജിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വേരിയേഷൻ ഇൻ ദ ടൈം ബിറ്റ്വീൻ ഡാറ്റ പാക്കറ്റ്സ് അറൈവിംഗ്. ആ ഡാറ്റ പാക്കറ്റ്സിന്റെ ആ ഒരു ഫ്ലോയിലുള്ള വേരിയേഷൻ ആണ്. അപ്പൊ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലോ നെറ്റ്വർക്കിലൂടെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഈ ജിറ്ററിന്റെ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ത് ചെയ്യും, ജിറ്റർ പ്രോബ്ലംസ് കൂടും ഡ്യൂ ടു ദ നെറ്റ്വർക്ക് കൺജഷൻ ഓർ റൂട്ട് ചേഞ്ച്. അതായത് ലോങ്ങർ ഡാറ്റ പാക്കറ്റ്സ് ടേക്സ് ടു ട്രാൻസ്മിറ്റ് മോർ ജിറ്റർ അഫക്ട് ഓഡിയോ ക്വാളിറ്റി. അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ ഓഡിയോ ആണെങ്കിലും നമ്മളൊരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ആണ് മെയിൻ ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ, ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, നെറ്റ്വർക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് മറ്റുള്ള ഇഷ്യൂസ് വന്നിട്ട് അതെന്താകാൻ സാധ്യതയുണ്ട്. ആ പാക്കറ്റ്സ് ഒരേ ടൈമിൽ അല്ലെങ്കിൽ എന്താണ് അവിടെ ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജിറ്റർ എന്നുള്ള ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ 4 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഡെലിവറി ഓൺ ടൈം ആയിരിക്കണം, ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം ഡെലിവർ ചെയ്യേണ്ടത്, ഓൺ ടൈമിലായിരിക്കണം ഡെലിവർ ചെയ്യേണ്ടത്. ദെൻ ഫസ്റ്റ് വൺ എന്താണ് ഡിസൈഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിലായിരിക്കണം ഡെലിവർ ചെയ്യേണ്ടത്. അതേപോലെ ജിറ്റർ എന്താണ്, ആ ഒരു ടൈം ഡിലേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പാക്കറ്റ് ഡിലേ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കരുത്. അല്ലെങ്കിൽ ആ പാക്കറ്റ് ഡിലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി അത് ബാധിക്കുന്നതായിരിക്കും. മറ്റൊരു ടോപ്പിക്കാണ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, എക്സ്ചേഞ്ച് ഓഫ് ഡിജിറ്റൽ ഡാറ്റ ഓർ ഇൻഫർമേഷൻ ബിറ്റ്വീൻ 2 ഡിവൈസസ് ത്രൂ എ ട്രാൻസ്മിഷൻ മീഡിയം. Then modes of communication എന്ന് പറയുന്നത് the way which the data is transmitted from one device to another device. ഏത് തരത്തിലാണ് നമ്മൾ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ട്രാൻസ്മിഷൻ മോഡ് അല്ലെങ്കിൽ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്മിഷൻ മോഡ് ഓൾസോ നോൺ ആസ് കമ്മ്യൂണിക്കേഷൻ മോഡ്സ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. വി കാൻ ഓൾസോ ടേംഡ് ആസ് കമ്മ്യൂണിക്കേഷൻ മോഡ്സ് അല്ലെങ്കിൽ എന്ത് പറയാം, ട്രാൻസ്മിഷൻ മോഡ്സ് എന്ന് പറയാം. Each communication channel has a direction associated with it. Direction means one side communication ആണോ, two side communication ആണോ എന്നുള്ളതാണ് direction എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And transmission media provide the direction. Therefore, transmission mode also known as directional mode. Directional mode എന്നും ഏതിനെ പറയാറുണ്ട്, ട്രാൻസ്മിഷൻ മോഡിന് നമ്മൾ പറയാറുണ്ട്. ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറയും, കമ്മ്യൂണിക്കേഷൻ മോഡ് എന്നും പറയാറുണ്ട്. അതേപോലെ sometime it is known as directional mode. So because we classify the communication mode based on the direction of the communication from device to another device. Then transmission mode is defined in the physical layer. OSI layer നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഫിസിക്കൽ ലെയർ, ഡാറ്റാ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ അല്ലെ. നമുക്ക് 7 ലെയറുകളാണ് നമുക്ക് വരുന്നത്. ഫിസിക്കൽ ലെയറുകൾ നമുക്ക് വരുന്നുണ്ട്. ദെൻ ഫിസിക്കൽ ലെയർ കഴിഞ്ഞാൽ ഡാറ്റാ ലിങ്ക് ലെയർ നമുക്ക് വരുന്നുണ്ട്. ഫിസിക്കൽ ലെയർ, ഡാറ്റാ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ,
ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഇങ്ങനെ 7 ലെയറുകളാണ് വരുന്നത്. ആ 7 ലെയറുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫിസിക്കൽ ലെയറിലാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്? ട്രാൻസ്മിഷൻ മോഡ്. ഏത് തരത്തിലുള്ള മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഫിസിക്കൽ ലെയറിലായിരിക്കും. ലെയർ 0 അല്ലെങ്കിൽ ലെയർ 1-ലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. ട്രാൻസ്മിഷൻ മോഡ് വി ക്യാൻ ക്ലാസിഫൈ ഇൻ 2 types or 3 types. നമുക്ക് 3 തരത്തിൽ ട്രാൻസ്മിഷൻ മോഡിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷനും, ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷനും. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ നമുക്ക് പോസിബിൾ ആണ്. സിംപ്ലക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, full duplex mode of communication. These are the 3 modes of communication. ഇതിന്റെ ഒരു ബേസിക് ഐഡിയ ഞാൻ ഇവിടുന്ന് തരികയാണ്. സിംപ്ലക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ഓൺലി ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സിംഗിൾ ഡയറക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും എവിടെ നടക്കുന്നത്? സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷന്റെ കേസിൽ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കുള്ളൂ. ദെൻ ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ ബോത്ത് ഡിറക്ഷൻ. നമുക്ക് സെന്ററിൽ നിന്നും റിസീവറിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, റിസീവറിൽ നിന്നും സെന്ററിലേക്കും ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. സെന്ററിൽ നിന്നും റിസീവറിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, റിസീവറിൽ നിന്നും സെന്ററിലേക്കും നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ബട്ട് ദർ ഇസ് എ കൺസ്ട്രെയിന്റ്. അറ്റ് എ ടൈം ഓൺലി പോസിബിൾ വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ. അറ്റ് എ ടൈം എന്ത് മാത്രമേ പോസിബിൾ ആയിരിക്കുള്ളൂ? വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഏതിന്റെ കേസിൽ? ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ കേസിൽ. ദെൻ മറ്റൊന്നാണ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ ബോത്ത് ഡിറക്ഷൻ. നമുക്ക് അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ ബോത്ത് ഡിറക്ഷൻ. നമുക്ക് അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം വിതൗട്ട് എനി കൺസ്ട്രെയിൻസ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോണുകളൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. സിംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ 2 സൈഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഹാഫ് ഡ്യൂപ്ലെക്സിന്റെ കേസിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബട്ട് അറ്റ് എ ടൈം വൺ സൈഡ് മാത്രമേ പോസിബിൾ ആയിരിക്കുള്ളൂ. ഫുൾ ഡ്യൂപ്ലെക്സ് ആണെങ്കിൽ എന്താണ്? ഫുൾ ഡ്യൂപ്ലെക്സ് ആണെങ്കിൽ അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം വിതൗട്ട് എനി കൺസ്ട്രെയിൻസ്. അതായത് ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷനിൽ മാത്രമാണ് എന്ത് നടക്കുന്നത്? പാരലൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷനും അതേപോലെ ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷനും എന്ത് കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്? സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ് എവിടെ നടക്കുന്നത്? സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അവിടെ നടക്കുന്നത് എന്താണ്? എ കൈൻഡ് ഓഫ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പാരലൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷനിൽ മാത്രമാണ് നടക്കുന്നത്. Then we are discussing simplex mode of communication. We have already discussed the basic idea. Simplex mode, the communication is unidirection. അതായത് സിംഗിൾ ഡയറക്ഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ആസ് ഓൺ എ വൺ വേ സ്ട്രീറ്റ് അല്ലെങ്കിൽ വൺ ഡയറക്ഷൻ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഓൺലി വൺ ഓഫ് ദ 2 ഡിവൈസസ് ഓൺ എ ലിങ്ക് ക്യാൻ ട്രാൻസ്മിറ്റ് ആൻഡ് അതർ ക്യാൻ ഓൺലി റിസീവ്. എയും ബിയും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് ഡാറ്റ സെൻഡ് ചെയ്യുന്നു, മറ്റൊരു ഡിവൈസിനെ ഡാറ്റ റിസീവ് ചെയ്യാൻ മാത്രമേ പോസിബിൾ ആയിരിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, അതേപോലെ TV ബ്രോഡ്കാസ്റ്റിംഗ്. റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, റേഡിയോ അതേപോലെ TV ബ്രോഡ്കാസ്റ്റിംഗ്, റേഡിയോ അതേപോലെ TV ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? സിംപ്ലക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. റേഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫർമേഷൻ തരാറുണ്ട്. റേഡിയോ കൊണ്ട് നമുക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് പറയുന്നത്? സിംപ്ലക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. The simplex mode can use the entire capacity of the channel to send data in one direction. Single direction ആയതുകൊണ്ട് തന്നെ എന്താണ്? Which can use the entire capacity for sending the data. എക്സാമ്പിൾ കീബോർഡ് അതേപോലെ ട്രഡീഷണൽ മോണിറ്ററുകളൊക്കെ എന്ത് തന്നെയാണ്? സിംപ്ലക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. ദി കീബോർഡ് ക്യാൻ ഓൺലി ഇൻട്രൊഡ്യൂസ് ഇൻപുട്ട്, ദ മോണിറ്റർ ക്യാൻ ഓൺലി ഗിവ് ദ ഔട്ട്പുട്ട്. ദിസ് ഓൾസോ എക്സാമ്പിൾ ഫോർ ദ സിംപ്ലക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Another one, half duplex mode of communication. In half duplex mode,
each station can both transmit and receive, but not at the same time. We can transmit. അങ്ങോട്ടും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം, ഇങ്ങോട്ടും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം. അവിടെയുള്ള കൺസ്ട്രെയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. എന്താണ്? ബട്ട് നോട്ട് ദ സെയിം ടൈം. ഒരേ ടൈമിൽ എന്തായിരിക്കില്ല, പോസിബിൾ ആയിരിക്കില്ല. എ എന്ന് പറയുന്ന ഡിവൈസ് ബിയിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ട്രാൻസ്മിറ്റ് ചെയ്തതിനു ശേഷം ബി എന്ന് പറയുന്ന ഡിവൈസ് എയിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ വാക്കി ടോക്കി. പോലീസുകാരുടെ കയ്യിലുള്ള ഓവർ എന്ന് പറയുന്ന ഫോണെ കാണാൻ കഴിയും. ദാറ്റ്സ് an example for half duplex mode of communication. The half duplex mode is used in case of where there is no need for communication in both direction at the same time. At a time അല്ലെങ്കിൽ പാരലൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ലാത്ത ഏരിയാസിലാണ് നോർമലി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഹാഫ് ഡ്യൂപ്ലെക്സ് ആപ്ലിക്കേഷനുകൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റൊന്നാണ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇൻ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് the communication is bidirectional. That is, the data flow in both the directions. Both the station can send and receive the message simultaneously, as we discussed before. Full duplex mode has two simplex channels. One channel has a traffic moving in one direction, and another channel has traffic flowing in the opposite direction. It has two directions. One channel has a traffic moving one direction, and another channel has traffic flowing in the opposite direction. Parallel ആയിട്ട് നടക്കുന്നതുകൊണ്ട് രണ്ട് ഡയറക്ഷനിലുള്ള ട്രാഫിക് ആണ് ഇവിടെ ഫ്ലോ ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പറയുന്ന ഫോണുകളൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഫുൾ ഡ്യൂപ്ലെക്സ് അല്ലെങ്കിൽ ഡ്യൂപ്ലെക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയാറുണ്ട്. അതേപോലെ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയാറുണ്ട്. നമ്മുടെ ഫോണുകളൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ ആണ്. Another topic we are going to discuss, transmission media or communication media. നമ്മൾ പറഞ്ഞു എയിൽ നിന്നും ബി എന്ന് പറയുന്ന ഡിവൈസിലേക്ക് നെറ്റ്വർക്കിലൂടെ ഡാറ്റ ക്യാരി ചെയ്യണമെങ്കിൽ എന്താണ് ക്യാരിങ് മീഡിയം വേണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ മീഡിയ ഇസ് എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ട്രാൻസ്മിഷൻ മീഡിയ ഇസ് എ communication channel that carries the information from sender to the receiver. Data is transmitted through the electronic magnetic signals. That is transmission media. Also, it is the physical path between transmitter and receiver in data communication. Data communication ഇടയ്ക്കുള്ള physical path ആണ് transmission media. Physical അല്ലെങ്കിൽ wireless ആയിട്ട് നമുക്ക് അതിനെ പറയാം. In OSI, open system interconnection phase, transmission media support the layer 1. ട്രാൻസ്മിഷൻ മീഡിയ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ലെയർ 1 നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Therefore, it is considered as layer 1 component. Layer 1 component ആയിട്ടാണ് എന്തറിയപ്പെടുന്നത്? ട്രാൻസ്മിഷൻ മീഡിയ കോമ്പണന്റ് അറിയപ്പെടുന്നത്. ലെയർ ഫിസിക്കൽ മീഡിയയിലെ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ OSI ലെയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫിസിക്കൽ ലെയറിലാണ് ട്രാൻസ്മിഷൻ മീഡിയ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലെയർ 1 കോമ്പണന്റ് ആയിട്ടാണ് ട്രാൻസ്മിഷൻ മീഡിയ അറിയപ്പെടുന്നത്. Then transmission media is of two types, wired media and wireless media. ഈ wired media നമ്മൾ എന്ത് പറയാറുണ്ട്? ഗൈഡഡ് മീഡിയ എന്ന് പറയാറുണ്ട്. വയേർഡ് മീഡിയ നമ്മൾ എന്ത് പറയാറുണ്ട്? ഗൈഡഡ് മീഡിയ എന്നും വയർലെസ് മീഡിയ എന്ത് പറയാറുണ്ട്? അൺഗൈഡഡ് മീഡിയ എന്ന് പറയാറുണ്ട്. വയേർഡ് മീഡിയയെ ഗൈഡഡ് മീഡിയ എന്നും വയർലെസ് മീഡിയയെ അൺഗൈഡഡ് മീഡിയ എന്ന് പറയാറുണ്ട്. So we can classify the transmission media in two types like wired media and wireless media. Wired media means that you can see a strong physical cable to carry the data from one device to another device. Wired media എന്ന് പറഞ്ഞാൽ അവിടെ ഫിസിക്കൽ കേബിളുകളുടെ സഹായത്തോടു കൂടിയായിരിക്കും ഡാറ്റ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. Then wireless mediaത്തിന്റെ കേസിൽ we are sending the data with help of wireless communication like radio wave, microwave, അതേപോലെ infrared wave പോലുള്ള communication mediums ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. Then different transmission medium have different properties such as bandwidth. അതായത് ഓരോ ട്രാൻസ്മിഷൻ മീഡിയത്തിലും എന്താണ് നെറ്റ്വർക്കിൽ ഡിപ്പെൻഡ് ആണ് അതിന്റെ പ്രോപ്പർട്ടി. അതിന്റെ ബാൻഡ്വിഡ്ത്ത് ഡിഫറെന്റ് ആയിരിക്കും, ഡിലേ ഡിപ്പെൻഡ് ആയിരിക്കും, പർച്ചേസിംഗ് കോസ്റ്റ് ഡിപ്പെൻഡ് ആയിരിക്കും, ഈസി ഇൻസ്റ്റാളേഷൻ ഡിപ്പെൻഡ് ആയിരിക്കും, മെയിൻ്റെനൻസ്. ട്വിസ്റ്റഡ് പെയറിനെ പോലെ ആയിരിക്കില്ല കോയാക്സിയൽ കേബിൾ, കോയാക്സിയൽ കേബിളിനെ പോലെ ആയിരിക്കില്ല ഫൈബർ ഒപ്റ്റിക്സ്. ഈ ട്വിസ്റ്റഡ് പെയർ കോയാക്സിയൽ കേബിൾ ഫൈബർ ഒപ്റ്റിക്സിനെ പോലെ ആയിരിക്കില്ല റേഡിയോ വേവ്, മൈക്രോവേവ് ആൻഡ് ഇൻഫ്രാറെഡ്. അപ്പൊ ഇങ്ങനെ ഓരോ ട്രാൻസ്മിഷൻ മീഡിയവും എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും ഇൻ ടേംസ് ഓഫ് ബാൻഡ്വിഡ്ത്ത്, ഇൻ ടേംസ് ഓഫ് ഡിലേ, ഇൻ ടേംസ് ഓഫ് കോസ്റ്റ്, ഇൻ ടേംസ് ഓഫ് ഇൻസ്റ്റാളേഷൻ, ഇൻ ടേംസ് ഓഫ് ഫർദർ മെയിൻ്റെനൻസ്. This is the broad discussion, classification related to transmission media like under the guided media, wired media, you can see twisted pair, coaxial cable and fiber optics. Coaxial cable again we classified baseband and broadband. Also we classified the twisted pair in two types like shielded twisted pair and unshielded twisted pair. Then unguided media we have radio wave, microwave and infrared wave. This is the classification of ട്രാൻസ്മിഷൻ മോഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറയുന്നത്. പല ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് വരാറുണ്ട്, ട്രാൻസ്മിഷൻ മോഡിന്റെ ഭാഗത്തു നിന്നും വരാറുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടിയും കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ അതിന്റെ തിയററ്റിക്കൽ പാർട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. സോ ദിസ് ഈസ് അബൌട്ട് ദ ട്രാൻസ്മിഷൻ മീഡിയ. ഇതാണ് ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, വയേർഡ് ആൻഡ് വയർലെസ്, ഗൈഡഡ് ആൻഡ് അൺഗൈഡഡ്.
നമ്മൾ ഡിസ്കസ് ചെയ്തത് വയേർഡ് മീഡിയം ലൈക്ക് ട്വിസ്റ്റഡ് പെയർ, കോആക്സിയൽ കേബിൾ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. ഓൾസോ വി ഡിസ്കസ് ബേസ് ബാൻഡ് ആൻഡ് ബ്രോഡ്ബാൻഡ് ആൻഡ് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആൻഡ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. ദെൻ വി വിൽ ഡിസ്കസ് ദ അൺഗൈഡഡ് മീഡിയ ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. നമ്മൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് സെഷനിലായിരിക്കും. ട്വിസ്റ്റഡ് പെയർ. Twisted pair is a physical media made up of a pair of cable twisted with each other. അതായത് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയാൻ കാരണം അവിടെ നിന്നാണ് നോർമലി 4 പെയറുകളായിട്ടുള്ള വയറുകൾ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള രീതിയായിരിക്കും കാണുന്നത്. ഓക്കെ, ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതായത് ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കോട്ടിംഗ് നമ്മൾ ആ ഒരു വയറിന്റെ എക്സ്റ്റേണൽ കോട്ടിംഗ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പൊളിക്കുകയാണെങ്കിൽ വയറുകൾ ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ കാണുക. ട്വിസ്റ്റഡ് പെയർ കേബിൾ ഇസ് ചീപ്പ് കമ്പാരബിൾ ടു അതർ ട്രാൻസ്മിഷൻ മീഡിയ. മറ്റു ട്രാൻസ്മിഷൻ മീഡിയ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഫിനാൻഷ്യലി അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ് ട്വിസ്റ്റഡ് പെയർ. അതേപോലെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നതും ഈസിയാണ്. നമ്മൾ സാധാരണ വയേർഡ് ആയിട്ടുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ എന്ന് പറയും. വയേർഡ് ആയിട്ടുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വയറുകൾ ഏതാണ്? ട്വിസ്റ്റഡ് പെയറുകളാണ്. ലാനുകളിൽ നമ്മൾ കോമൺ ആയിട്ട് ട്വിസ്റ്റഡ് പെയർ വയറുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്വിസ്റ്റഡ് പെയർ കേബിളുകളെ എത്തർനെറ്റ് കേബിൾ എന്നും അറിയപ്പെടാറുണ്ട്. ട്വിസ്റ്റഡ് പെയർ കേബിളുകളെ എത്തർനെറ്റ് കേബിൾ എന്നും അറിയപ്പെടാറുണ്ട്. കാരണം വയേർഡ് ആയിട്ടുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാനിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് തന്നെ നമ്മൾ ലാനിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? എത്തർനെറ്റ്. അതുകൊണ്ട് തന്നെ എത്തർനെറ്റ് കേബിൾ എന്നും ട്വിസ്റ്റഡ് പെയറിനെ അറിയപ്പെടാറുണ്ട്. അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ 0 to 3.5 kHz വരെയാണ് അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് നമ്മൾ പറയുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. എ ട്വിസ്റ്റഡ് പെയർ കൺസിസ്റ്റ് ഓഫ് 2 ഇൻസുലേറ്റഡ് കോപ്പർ വയേഴ്സ് അറേഞ്ച് ഇൻ എ റെഗുലർ സ്പൈറൽ പാറ്റേൺ. അതെന്താണ്? ചുരുട്ടുക അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും സ്പൈറൽ പാറ്റേൺ. ദ ഡിഗ്രി ഓഫ് റിഡക്ഷൻ ഇൻ നോയ്സ് ഇന്റർഫറൻസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ് ടേൺസ് പെർ ഫുട്ട്. ഇത് മാക്സിമം ട്വിസ്റ്റ് എത്രത്തോളമാണോ ട്വിസ്റ്റ് ചെയ്യുന്നത് അത്രയും എന്ത് കുറയും? നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനാണ് ട്വിസ്റ്റ് മാക്സിമം ട്വിസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അത്രയും നോയ്സ് എക്സ്റ്റേണൽ നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. Increasing the number of turns per foot decrease the noise of interface. That is one of the important point related to twisted pair. അല്ലെങ്കിൽ ട്വിസ്റ്റഡ് പെയറുകളിൽ വയറുകൾ ട്വിസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? വൺ ഓഫ് ദ പ്രോപ്പർട്ടീസ് ടു റെഡ്യൂസ് ദ നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഏത്? ട്വിസ്റ്റഡ് പെയറുകളുടെ ആ നമ്പർ ഓഫ് ട്വിസ്റ്റിംഗ് എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ട്വിസ്റ്റഡ് പെയറിന്റെ ഒരു സിമ്പിൾ സ്ട്രക്ചർ ഇവിടെ അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. 2 വയറുകൾ എന്താണ്? ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും, ഒരു സ്പൈറൽ രീതിയിൽ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ ഈ ട്വിസ്റ്റഡ് പെയർ തന്നെ 2 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്താണ്? STP എന്ന് പറയും. ട്വിസ്റ്റഡ് പെയർ നമുക്ക് വി ഹാവ് 2 ടൈപ്സ് ഓഫ് ട്വിസ്റ്റഡ് പെയർ ഉണ്ട്. ഒന്നെന്താണ്? STP എന്ന് പറയും, മറ്റൊന്നെന്താണ്? UTP. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്നും അതേപോലെ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയും. ഈ ട്വിസ്റ്റഡ് പെയർ നമുക്ക് 2 രീതിയിൽ പറയാം. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്നും അതേപോലെ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്നും. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും അതേപോലെ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്നും 2 ക്ലാസിഫിക്കേഷൻ നമുക്കുണ്ട്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിന്റെ കേസ് UTP. This type of cable has the ability to block interference and does not depend on the physical shield for this purpose. It is used for telephonic application. Main ആയിട്ടും ടെലിഫോണിക് ആപ്ലിക്കേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറുകൾ ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ലീസ്റ്റ് എക്സ്പെൻസീവ് ആണ്. ഈസി ടു ഇൻസ്റ്റാൾ. സം ഓഫ് ദ അഡ്വാൻറ്റേജസ്: ഹൈ സ്പീഡ് കപ്പാസിറ്റി ആൻഡ് ലോവർ കപ്പാസിറ്റി ആൻഡ് പെർഫോമൻസ് ഇൻ കമ്പാരിസൺ ടു ദ STP. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിനേക്കാളും അതിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ പെർഫോമൻസ് കുറവായിരിക്കും ഏതിന്റെ കേസിൽ? അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിന്റെ കേസിൽ. ദെൻ shielded twisted പെയറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കേബിൾ കൺസിസ്റ്റിംഗ് ഓഫ് എ സ്പെഷ്യൽ ജാക്കറ്റ് ടു ബ്ലോക്ക് എക്സ്റ്റേണൽ ഇന്റർഫേസ്. ഒരു എക്സ്ട്രാ കോട്ടിംഗ് അല്ലെങ്കിൽ ഷീൽഡിംഗ് കൂടി ഉണ്ടായിരിക്കും ഇതിന് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിന്റെ കേസിൽ. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കൊണ്ട് സഹായിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫാസ്റ്റ് ഡാറ്റ റൈറ്റ് എത്തർനെറ്റ് ആൻഡ് ഇൻ വോയിസ് ആൻഡ് ഡാറ്റ ചാനൽസ് ഓഫ് ടെലിഫോൺ ലൈൻ. ഫാസ്റ്റ് ഡാറ്റ റൈറ്റ് എത്തർനെറ്റ് അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളിലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് എന്തുപയോഗിക്കുന്നത്? STP അല്ലെങ്കിൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളുകൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരും. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറുകളാണെങ്കിൽ കമ്പാരബിൾ ടു ദ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ യു ക്യാൻ സി ബെറ്റർ പെർഫോമൻസ്. UTPയെക്കാളും ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും ഇത് വരുന്നത് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ വരുന്നത്. കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ, കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ടു ഇൻസ്റ്റാൾ ആൻഡ് മാനുഫാക്ചർ. നോർമലി ഉള്ള അൺഷീൽഡഡ് അല്ലെങ്കിൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ UTPയെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഇൻസ്റ്റാളേഷനും അതേപോലെ മാനുഫാക്ചറിംഗും ഡിഫിക്കൽട്ട് ആയിരിക്കും ആൻഡ് മോർ എക്സ്പെൻസീവ് കമ്പാരബിൾ ടു അൺഷീൽഡഡ്. അൺഷീൽഡഡിനേക്കാളും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വയേർഡ് ആയിട്ടുള്ള മീഡിയമാണ് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് കോആക്സിയൽ കേബിൾ. കോആക്സിയൽ കേബിൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കേബിൾ TV നെറ്റ്വർക്കുകളിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയമാണിത് കോആക്സിയൽ കേബിൾ. റോഡിലൂടെ പോകുന്ന ഒരു ബ്ലാക്ക് വയർ നിങ്ങൾക്ക് കാണാൻ കഴിയും, കേബിൾ TV വയർ. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കോആക്സിയൽ കേബിൾ. ഇറ്റ്സ് എ കേബിൾ ഈസ് വെരി കോമൺലി യൂസ്ഡ് ഇൻ ട്രാൻസ്മിഷൻ
media for TV wire, usually coaxial as a coaxial cable. It's a higher frequency as comparable to twisted pair cable. Twisted pair frequency എന്ന് പറയുന്നത് കൂടുതലാണിത് coaxial cable. കുറച്ചുകൂടി ഔട്ട്സൈഡ് ആയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലേയേഴ്സും കൂടുതലായിരിക്കും coaxial cable. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും externally ഒരു ജാക്കറ്റ്, then ഒരു എക്സ്ട്രാ ഷീൽഡ്, then ഇൻസുലേറ്റർ, then കോപ്പർ ആയിട്ടുള്ള ഇന്നർ കണ്ടക്ടർ. അതിന്റെ ഏറ്റവും ഇന്റേണൽ ആയിട്ടാണ് വരുന്നത്. അതിന്റെ സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും the inner conductor of the coaxial cable made up of copper. ഏറ്റവും ഇന്നർ ആയിട്ടുള്ള കണ്ടക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സിഗ്നൽ പാസ് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്തത് കോപ്പർ ആയിരിക്കും. ആൻഡ് ഔട്ടർ കണ്ടക്ടർ മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ മെഷ്. The middle core is made up of non-conductive cover that separate the inner conductor and from the outer conductor. In between the inner and outer, middle ആയിട്ട് വരുന്നത് ആ ഇന്നർ കണ്ടക്ടറിനെയും ഔട്ടർ കണ്ടക്ടറിനെയും കോയാഗുലേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അത് മിക്സ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കണ്ടക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാത്ത മെറ്റീരിയൽ ആയിരിക്കും പ്ലാസ്റ്റിക് പോലുള്ള മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ കോമണി അവിടെ ഉപയോഗിക്കുന്നത്. The middle core is responsible for transferring where the copper mesh prevent from the EMI electronic interference. External ആയിട്ട് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നത് ഈ മിഡിൽ കോറുകളായിരിക്കും. As we discussed before, coaxial cable we can classify in two types like baseband transmission, അതേപോലെ ബ്രോഡ്ബാൻഡ് ട്രാൻസ്മിഷൻ. coaxial cable രണ്ട് തരത്തിലുള്ള ട്രാൻസ്മിഷൻ ആണ് നടക്കുന്നത്, ബേസ്ബാൻഡും അതേപോലെ ബ്രോഡ്ബാൻഡും. The difference between baseband and broadband is baseband എന്ന് പറഞ്ഞാൽ defined as the process of transmitting a single signal at a high speed. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സിംഗിൾ സിഗ്നൽ അറ്റ് ഹൈ സ്പീഡ്. ബേസ് ബാൻഡിന്റെ കേസിൽ സിംഗിൾ സിഗ്നൽ ആയിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഹൈ സ്പീഡ് ആയിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും. ദെൻ ബ്രോഡ് ബാൻഡ് ട്രാൻസ്മിഷന്റെ കേസിൽ എന്താണ്, ട്രാൻസ്മിറ്റിംഗ് മൾട്ടിപ്പിൾ സിഗ്നൽ സൈമുൾട്ടേനിയസ്ലി, ഒരേ നമ്പർ ഓഫ് സിഗ്നൽ സൈമുൾട്ടേനിയസ്ലി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ഇത് ബ്രോഡ് ബാൻഡ് ട്രാൻസ്മിഷന്റെ കേസിൽ. coaxial കേബിൾ നമ്മൾ ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ നടത്താറുണ്ട്, അതേപോലെ ബ്രോഡ് ബാൻഡ് ട്രാൻസ്മിഷൻ നടത്താറുണ്ട്. അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്മിറ്റിംഗ് സിംഗിൾ സിഗ്നൽ ആയിട്ട് ഹൈ സ്പീഡ്, ഒന്നിൽ സിംഗിൾ സിഗ്നൽ ആയിരിക്കും, മറ്റതിൽ മൾട്ടിപ്പിൾ സിഗ്നലുകളായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ വയേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ് ഫൈബർ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ആസ് വി നോ ദാറ്റ് ഒപ്റ്റിക്സ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ലൈറ്റ്, നമുക്കറിയാം ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റുമായിട്ടുള്ള ഡാറ്റയാണ്. സോ ഹിയർ ലൈറ്റ് ആക്ട് ആസ് എ മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ. ലൈറ്റിന്റെ സഹായത്തോട് കൂടിയായിരിക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പോസിബിൾ ആക്കുന്നത്. ഫൈബർ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ കേബിൾ that uses electrical signal for communication. Electrical signals ന്റെ സഹായത്തോട് കൂടിയായിരിക്കും കമ്മ്യൂണിക്കേഷൻ നമ്മൾ പോസിബിൾ ആക്കുന്നത്. Fiber optics cable that hold the optical fibers created in a plastic that are used to send data by pulses of light. As we discussed, the plastic coating protect the optical fibers from the heat, cold and electromagnetic interference from the other type of wiring. External ആയിട്ടുള്ള ഇങ്ങനെയുള്ള external threads എന്ന് പറയാൻ പറ്റില്ല, external noise പോലുള്ള interference നിന്നും ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. Fiber optics provide faster data transmission than copper wires. Twisted pair-നേക്കാളും coaxial cable-നേക്കാളും fastest ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയമാണിത് ഫൈബർ ഒപ്റ്റിക്സ്. then ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് വരുന്നത് ഏതായിരിക്കും, ട്വിസ്റ്റഡ് പെയറുകളായിരിക്കും ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് വരുന്നത്. then ഫാസ്റ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഫൈബർ ഒപ്റ്റിക്സുകളായിരിക്കും. then ഫൈബർ ഒപ്റ്റിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മെയിൻ ആയിട്ടും അത് ഡെപിക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ് ഗ്രേറ്റർ ബാൻഡ് വിഡ്ത്ത്. സിംപ്ലി ബാൻഡ് വിഡ്ത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇറ്റ്സ് എ ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു ഡിവൈസസ് വിത്തിൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ റേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ് ബാൻഡ് വിഡ്ത്ത്. ഗ്രേറ്റർ ബാൻഡ് വിഡ്ത്ത് ആണ് ഇതിന്റെ കേസിൽ ഫൈബർ ഒപ്റ്റിക്സിന്റെ കേസിൽ. ഫൈബർ ഒപ്റ്റിക്സ് കേബിൾ പ്രൊവൈഡ് മോർ ബാൻഡ് വിഡ്ത്ത് ആസ് കമ്പാരബിൾ ടു ദ കോപ്പർ, as comparable to twisted and coaxial cable. Therefore, the fiber optics carries more data as comparable to copper cable. Bandwidth കൂടുന്നത് കൊണ്ട് തന്നെ of course the data transfer rate കൂടും, fast speed കൂടും അല്ലേ. Fiber optics cable carries the data in the form of light. This allows the fiber optic cable to carry signal at a higher speed. ലൈറ്റിന് നമുക്കറിയാം സ്പീഡ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആണ് ഏതിന്റെ കേസിൽ, ഫൈബർ ഒപ്റ്റിക്സിന്റെ കേസിൽ. ലോങ് ഡിസ്റ്റൻസസ് fiber optics cable carries the data at the longer distance comparable to copper cable. Copper cable-നേക്കാളും ലോങ്ങർ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുതലായിട്ട് ഡാറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആണ് ഫൈബർ ഒപ്റ്റിക്സിന്റെ കേസിൽ. ബട്ട് വി ആർ നോട്ട് ഇംപ്ലിമെന്റിംഗ് മോർ അഡ്വാൻറ്റേജസ് കമ്പാരബിൾ ടു അതർ systems, but we are not implementing this fiber optics due to the implementation cost. Financially viable അല്ലാത്തത് കൊണ്ടാണ് പ്രാക്ടിക്കലി എല്ലായിടത്തും നമ്മൾ ഫൈബർ ഒപ്റ്റിക്സ് എന്ത് ചെയ്യാത്തത്, ഇംപ്ലിമെന്റ് ചെയ്യാത്തത്. ഹൗവർ ഇപ്പോൾ നമ്മൾ പലയിടത്തും ഗവൺമെന്റ് സെക്ടർ ആണെങ്കിലും പലയിടത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈബർ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയംസ് നെറ്റ്വർക്സിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. Consider proves that protocol. Which of the following is fundamental characteristics of data communication, delivery, and
Walkie-talkie is one side half duplex. Keyboard is one simple mode, full duplex, half simplex. The process of transmitting a single signal at a high speed is called single signal baseband. Finish. Next.